ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. താണ്ട കുറച്ച് നമ്മൾ കൂവ ഇട്ടിട്ടുണ്ടേ. കൂവ നമുക്കത് പൊടിച്ച് ഉണക്കിയെടുക്കണം, അരച്ച് നമുക്ക് എടുക്കുന്നത്. കറക്റ്റായിട്ട് എങ്ങനെ കൂവപ്പൊടി ഉണ്ടാക്കണമെന്ന് അറിയില്ല, എന്നാലും നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. നോക്കാം. ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇത് ഒരു കഴുകി വെച്ചേക്കാണ്. ഇതിന് നല്ല രീതിക്ക് വൃത്തിയാക്കി എടുക്കണം. വൃത്തിയാക്കി കഴുകി പൊടിച്ചെടുത്തില്ലെങ്കിൽ അത് നമ്മൾ കുറുക്കി എടുക്കുമ്പോൾ ഒരുമാതിരി കറുത്ത് കളറിരിക്കും. അപ്പോൾ എന്താ മണ്ണിൻ്റെ കളറാവില്ലേ. അപ്പോൾ നല്ല രീതിക്ക് കഴുകിയെടുക്കണം. 2 ദിവസത്തെ പണിയാണ്. 3 മണിക്കൂറിനത്തെ പണിയേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നില്ല, കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പാടല്ലേ, ഒരുമിച്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, പാമ്പസ് ഇങ്ങനെ നശിപ്പിച്ച് കളയാൻ പറ്റാത്ത രീതിയിലൊരു കൂട്ടിയിട്ട് എന്തോ ചെയ്യുന്ന നടക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ ചെയ്യുന്നത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ അന്നന്നിടുന്ന പാമ്പസ് അതിൻ്റെ ഉള്ളിൽ ജെല്ലെടുത്ത് മാറ്റിയ ശേഷം ഇതുപോലെ കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുക്കും. ഉണക്കിയിട്ടുമ്പോൾ നമ്മുടെ ഇവിടെ ഹരിതകർമ്മ സേന വന്നിട്ട് കഴിഞ്ഞ വർഷം, അതായത് 2024 ഡിസംബറിന് മുമ്പ് വന്നതാണ്. ഡിസംബർ തൊട്ട് നമുക്ക് ഇവിടെ വന്നിട്ടില്ല. ഇപ്പോൾ ഏകദേശം ഒരു 10 മാസമായിട്ടുണ്ട് ഹരിതകർമ്മ സേന വരുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് ദിവസം ഞങ്ങൾ അടുപ്പിലാണ് ചോറ് വെക്കുന്നത്. അപ്പോൾ അത് ഒരു പാമ്പസ് എടുത്ത്, ഉണങ്ങി ഒരു പാമ്പസ് എടുത്തിട്ട് നമ്മൾ വിറകിൻ്റെ പുറത്തിട്ട് കത്തിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഒരുമിച്ച് ഒരുപാട് കൂട്ടിയിട്ട് കത്തിക്കാണ്ട് നമ്മൾ ഓരോന്നായിട്ട് കത്തിക്കുകയാണെങ്കിൽ വിറകും കത്തിപ്പിടിക്കാൻ എളുപ്പമാണ്, നമ്മുടെ ഇങ്ങനെ കളയാനും എളുപ്പമാണ്. നമുക്ക് പിന്നെ അയ്യത്തോട്ട് നമ്മളത് ആ ജെല്ലൊന്നെങ്കിൽ ഇടുകയോ അല്ലെങ്കിൽ ഉപ്പിട്ടത് വെള്ളമാക്കി തെങ്ങിൻ്റെ മുകളിൽ ഒഴിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല പണിയുണ്ട്. ഉണ്ടോ കൂവ ഇനി അരച്ച് വൃത്തിയാക്കി എടുക്കണം. എൻ്റെ ഒരു ഡൗട്ടാണേ, അതാ നിൽക്കുന്ന കപ്പയ്ക്ക ഉണ്ടല്ലോ, നമ്മൾ ചെത്തിയെടുക്കുമ്പോൾ റെഡ് കളറിലാണ് അതിൻ്റെ ഉള്ളിലിരിക്കുന്നത്. പക്ഷേ എല്ലാ വീഡിയോയിലും ഞാൻ കണ്ടിട്ടുണ്ട് റെഡ് ലേഡി കപ്പലയ്ക്ക റെഡ് കളർ ഹൈറ്റ് കുറവായിരിക്കുമെന്നേ. പക്ഷെ ഇത് നല്ല ഹൈറ്റുണ്ട്. ഇത്രയും ഹൈറ്റിൽ റെഡ് ലേഡി കപ്പയ്ക്ക കായ്ക്കുമോ അല്ല വളർന്ന് കായ്ക്കുമോ എന്നറിയില്ല. പക്ഷേ ഇത് റെഡ് കളറാണേ. ഞാനൊരു ദിവസം കപ്പയ്ക്ക ഉണ്ടാകുന്ന സമയത്ത് എടുത്ത് കാണിച്ചു തരാമേ. ഇതുണ്ടല്ലോ, ഞാൻ ഇന്നാളൊരു ദിവസം വീഡിയോ കാണിച്ചു തന്നില്ലേ. നല്ല ഭംഗിക്ക് നമ്മുടെ മൾബറി കായ്ച്ചിട്ടുണ്ട്. ഒന്നും വിളഞ്ഞിട്ടില്ല കേട്ടോ. നിറച്ച് അടിപൊളിയായിട്ട് കായ്ച്ചു നിൽക്കുന്നുണ്ട്. കാണാൻ നല്ല ഭംഗി. ഇങ്ങനെ അതിൻ്റെ ഒരു ഉണ്ടാവും, നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മുടെ കറ്റാർ വാഴ കാട് പിടിച്ച് ഇതവിടെ ഇരിപ്പാണ്ട്. ഇനി ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ.